നമ്മളെ ബിനീഷ് ബാസിനുമായിട്ട് ഒരു 6-7 വർഷത്തെ ബന്ധമുള്ളത്. ബന്ധം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളൊരു ജ്യേഷ്ഠ സഹോദരന്മാരെ പോലത്തെ ഒരു ബന്ധമായിരുന്നു. അപ്പൊ ആ ബന്ധത്തിന് ഒരു വിള്ളല, ഒരു ഓട്ടോ, ഒരു സംഗതിയ നിലവിലുണ്ടായിട്ടില്ല. മൂപ്പരുമായിട്ട് എനിക്ക് നിലവിൽ ഒരു മാനസിക ബിനീഷ് ബാസ്റ്റിന്റെ ആ ഒരു വിഷയം തന്നെയാണ്. ആ ഒരു അനസ് എന്ന് പറയുന്ന ആ ഒരു സുഹൃത്ത് 5000 രൂപ തിരിച്ചു കൊടുക്കുകയുണ്ടായി. അതിന്റെ ഒരു വോയിസ് നമുക്ക് കിട്ടി. അതായത് ഡേവിഡ് ഗോഡ്സ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ നിന്നാണ് ആ ഒരു വോയിസ് കിട്ടിയത്. അപ്പൊ അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോഴും പറഞ്ഞത് 5000 രൂപ കുറച്ച് ലേറ്റ് ആയി, അത് മാത്രമല്ല 25,000 ലേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തത്. കാര്യം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും സുഹൃത്തായിരിക്കുമല്ലോ, അപ്പം ഒരുപാട് അകൽച്ചുള്ള ആൾക്കാരല്ലല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ആദ്യം ഈ ഒരു അനസ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഇന്നതുപോലെയാണ് സംഭവം. അതൊരു ബർത്ത്ഡേ വേണ്ടായിരുന്നു, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. കാരണം ഉള്ള സമയത്ത് അവർ കാശ് കൊടുത്തിരുന്നെങ്കിൽ അന്ന് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തു, അങ്ങനത്തെ ഒരു രീതിയിലാകുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കടം മേടിച്ചിട്ട് ആ ഒരു ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക. കാരണം പിന്നീട് അതൊരു ഭയങ്കര ഒരു ശിവെന്ന് പറയത്തില്ല, അതങ്ങനെ ആയിപ്പോവും. പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കാൻ ഒരു മതി. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് വിചാരിക്കുക അത് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, കൊടുത്തില്ലല്ലോ, ഇനി അവരെ കാണുമ്പോൾ ഇവർ എന്തെങ്കിലും പറയൂ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വരും. അതിനെക്കാട്ടും നല്ലത് നമ്മൾ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ വാങ്ങുന്ന പൈസ ആ ഒരു ഡേറ്റ്, കൃത്യമായിട്ടൊരു ഡേറ്റ് വാക്കാലെ പറയരുത്, എഴുതി വെക്കണം. കാരണം വാക്കാലെ പറഞ്ഞാൽ ഇപ്പൊ അതൊന്നും ഏക്കത്തില്ല. അതുകൊണ്ട് എഴുതി വെച്ചിട്ട് ആ ഒരു ഡേറ്റിൽ തന്നെ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ കൊടുക്കാൻ പറ്റാത്തവർ, ഈ കടം മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തവര്, നമുക്ക് അത് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാണ്ടിരിക്കണം. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകണം. ഈ ഒരു അനസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് കാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നതാണ്. ആളൊരു ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഇത്രയും അടുത്ത ആൾക്കാരില്ലേ, അപ്പൊ ഇച്ചിരിയൊക്കെ ക്ഷമിക്കാം. കാരണം വെച്ചാല് 25,000 രൂപ കൊടുക്കാൻ അറിയാമെങ്കിൽ അയാൾക്ക് 5000 രൂപ വീണ്ടും കൊടുക്കാം, താമസമൊന്നുമില്ല. അപ്പൊ ഒരു വെറും 5000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കാണിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് പൈസയാണല്ലോ എല്ലായിടത്തും ശത്രുവായിട്ടുള്ളത്. നമ്മളിപ്പം പൈസ കൊടുക്കലും മേടിക്കലും ഒക്കെ ഭയങ്കര ശത്രുക്കളാണ്. അതായത് എത്ര ഇനി ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് കടം കൊടുത്തിട്ട് അത് മേടിക്കാൻ കുറച്ച് ലേറ്റ് ആയാലോ, കൊടുക്കാൻ താമസിച്ചാലോ അവിടെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ആ ഒരു സുഹൃത്ത് ബന്ധം അവിടെ ഇല്ലാണ്ടാവുകയാണ്. പിന്നെ ആ ഒരു കുടുംബത്തോടുള്ള ഒരു ആത്മാർത്ഥത അവിടെ ഇല്ലാണ്ടാവുകയാണ്. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ടും ഈ പൈസ ശത്രുത ഉണ്ടാക്കുന്നുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇനിയെങ്കിലും ഇതുപോലെയൊക്കെ കടം മേടിക്കുമ്പോൾ ഒന്നുകിൽ കൊടുക്കാനുള്ള ആ ഒരു സാമ്പത്തിക കണ്ടെത്തുക, ഇല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ ഡേറ്റിന് മുന്നേ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ചെയ്യാനുള്ളത്. ഇത് ഇനിയിപ്പം അഥവാ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കുക. പിന്നെ അത് ഭയങ്കരമായിട്ടൊരു മുഷിവാണ്. പിന്നെ കൊടുക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല, കൊടുക്കാത്ത ആൾക്കാരുണ്ട്, പതുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കൊടുക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോവുക, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലെ നാണം കെട്ടേണ്ട അവസ്ഥ വരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വെറും 5000 രൂപയ്ക്കാണെങ്കിലും അത് നാണം കെട്ടും. അത്രയും നാണക്കേടാണല്ലോ. അപ്പോൾ കുടുംബക്കാരത്തിന് വിചാരിക്കും വെറും 5000 രൂപയ്ക്ക് നമ്മൾ ഒറ്റ കൊടുത്തില്ല എന്നുള്ളൊരു ചിന്ത അവിടെ വരണം. വല്ല കാര്യം ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ പോയി പോസ്റ്റ് ഇട്ടു, വെറുതെ അടി മേടിച്ചു, അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് വോയിസ് ഡേവിഡ് ഗോഡ്സിന്റെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നേ. ആ ഒരു വോയിസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വോയിസ് കേൾക്കാം. ഞാൻ നമ്മളെ ബിനീഷ് ബാസിനുമായിട്ട് ഒരു 6-7 വർഷത്തെ ബന്ധമുള്ളത്. ബന്ധം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളൊരു ജ്യേഷ്ഠ സഹോദരന്മാരെ പോലത്തെ ഒരു ബന്ധമായിരുന്നു. അപ്പൊ ആ ബന്ധത്തിന് ഒരു വിള്ളല, ഒരു ഓട്ടോ, ഒരു സംഗതിയ നിലവിലുണ്ടായിട്ടില്ല. മൂപ്പരുമായിട്ട് എനിക്ക് നിലവിൽ ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വാർത്തയും സംഗതിയൊക്കെ ഇപ്പൊ കേൾക്കാൻ ഇടയായത്. പുള്ളിക്കാരനോട്ടെ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലും ഒക്കെ പോയി ഇടപെട്ട് രാവിലെ എറണാകുളത്ത് വരും. 3 മണി വരെ എന്റെ കൂട്ടത്തിലുണ്ടാവും. ഒരു വലിയ ഫെയിമൊക്കെ ഉണ്ടാകണതിന് മുമ്പ് അങ്ങനെ ജീവിച്ചിട്ട് ആളുകളാണ്, ഭയങ്കര സൗഹൃദമായിട്ട്. പുള്ളിയുടെ എന്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം കുറെ ബാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മൂപ്പരോട് ഒരു 30,000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പൈസ വാങ്ങണത് എന്റെ വീട്ടിലെ എന്റെ ഭാര്യക്ക്, എന്റെ മക്കൾക്ക്, പിന്നെ എന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും അറിയായിരുന്നു പൈസ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് വരാം പൈസ മതി. അപ്പൊ ഈ ഇത്ര കാലയളവില് നമ്മൾ ചാരിറ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റാവശ്യത്തിനോ പുള്ളിയോട് പൈസ വാങ്ങിയിട്ടില്ല പുള്ളിക്കാരനായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ പൈസ തന്നു. അപ്പൊ 3 മാസം ആകുമ്പോ, അപ്പൊ ഇത് ഓഗസ്റ്റിലാണ് ഞാൻ ഈ പൈസ വാങ്ങണത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 2025 കേട്ടാ, അത് വീട് പണി നടക്കുമ്പോ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലാണ് പൈസ തിരിച്ചു കൊടുക്കേണ്ടത്.
നവംബറിൽ ഞാൻ മൂപ്പരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രോ മറ്റേ പൈസ ആയിട്ടില്ല കേട്ടാ, അപ്പൊ എനിക്ക് ഇതിന് സാവകാശം തന്നെ എന്ന് പറയും. അപ്പൊ പുള്ളി എടുക്ക പറഞ്ഞ വർത്താനം അന്ന് ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിൽ കൊണ്ടിട്ട് വൈകുന്നേരം ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞോ? പറഞ്ഞു ഫസ്റ്റ് അതാ പറയണം. അപ്പൊ എനിക്ക് അതൊരു ഭയങ്കര വിഷമം കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രോ അങ്ങനെ അത് പറയല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ജീവിക്കണത്, അത് നിങ്ങൾക്ക് അറിയാല്ല. കുറച്ച് അവകാശം കൂടി തന്നാൽ ഞാൻ വീട് പണിക്ക് വിട്ടിട്ട് എന്റെ രൂപയില്ലാതെ ഞാൻ വീട് പണി തുടങ്ങിയത്. നിങ്ങൾക്ക് അറിയാല്ല. അപ്പൊ അങ്ങനെ ആകെ പെട്ടിട്ട് 5-6 ലക്ഷം രൂപ കടയുണ്ട്. പുള്ളിക്കാരന്റെ ധാരണ എനിക്ക് 10 പൈസ കടയില്ല, ഞാൻ ഭയങ്കര കാശിന്റെ ഉണ്ട് എന്നൊരു തോന്നലാണെന്ന് എനിക്ക് തോന്നട്ടാ. അല്ല, ആളെന്ത് വിചാരിച്ചു എന്നുള്ളതല്ലല്ലോ, നമ്മൾ കാശ് മേടിച്ചാൽ നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വിദേശ അറിയാം വിഷയം. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ പൈസ ഇപ്പൊ തന്നെ ഇട്ട് തരാം, വിദേശ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അപ്പോൾ അടുത്ത ആഴ്ച എനിക്ക് നല്ലത്. അപ്പൊ അടുത്ത ആഴ്ച ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റൂലായിരിക്കും. അപ്പൊ ഞാൻ അത് വേണ്ട, ഞാൻ ബിനീഷിനോട് ഞാനോട് സംസാരിക്കേണ്ടത്, ഞാൻ ബിനീഷിനെ വിളിച്ചത് ഇത് 1-2 മാസം അവകാശം കൂടി തന്നെ ഞാൻ കാശ് തരാൻ കണ്ട. അപ്പൊ അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഡേറ്റിന് മുമ്പ് രണ്ടാമത് പറഞ്ഞ ഡേറ്റിന് മുമ്പ് ഞാൻ 25,000 രൂപ മൂപ്പരിക്ക് കൊടുത്തതാണ്. എന്നിട്ട് ഞാൻ അത് കൊടുക്കുമ്പോ ഞാൻ 30,000 രൂപ വാങ്ങി 25,000 രൂപ 5,000 രൂപ ഞാൻ തരാന്ന്. അതിനുശേഷം ഞാനും ബിനീഷും തമ്മിൽ ഈ സാമ്പത്തികമായ ഇടപാട് സംസാരിച്ചിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്റെ വീടിന്റെ പെരവാർത്തോലിക്ക് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്, എറണാകുളത്ത് വന്ന കണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഒരു വർത്താനോ ഒരു സംഗതിയോ ഒന്നും ഉണ്ടായില്ല. സ്വാഭാവികമായിട്ട് കാശ് കൊടുക്കാൻ ചോദിക്കും, അതില്ല നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോ നമുക്ക് അവര് നമ്മൾ പറയും പിന്നെ നമ്മൾ പൈസ കടം വാങ്ങണത് നമുക്ക് ഏറ്റവും ബന്ധമുള്ള ആളുകളല്ല വാങ്ങണത്, അല്ല ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇതാണ് എന്റെ ആകത്തുക. അതിനുശേഷം ഈ കുറെ 18 മാസത്തിനിടയിൽ എന്നെ ഇതുവരെ വിളിക്കുകയെ പൈസ ചോദിക്കുകയെ അല്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടായി ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ ചോദിക്കാതിരുന്നത് പുള്ളിയുടെ മര്യാദ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റിന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അതാളുടെ മര്യാദ ചോദിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ 5,000-ന്റെ പേര് നമ്മളെ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വിനീഷ് നമ്മളെ സുഹൃത്ത നമ്മൾ പറ്റിച്ചു വാങ്ങുന്ന മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, ഞാനൊരു സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ജീവിക്കുന്നതാണ്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് എനിക്കൊരു വീട് വെക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ പഴയ വീട് ഇടിഞ്ഞ് വീണ് വെള്ളത്തിൽ കിടന്ന് അത് എല്ലാവർക്കും എന്നെ അറിയാവുന്നതും ഒരുമായപ്പെട്ട ആൾക്കാർക്ക് മുഴുവൻ അറിയാവുന്നതല്ല. 9-10 വർഷക്കാലം ഞങ്ങൾ SLC എഴുതുന്ന പോലും വെള്ളത്തിൽ കസേരയിൽ പഠിക്കണത് അത്തരം ദീർഘസ്ഥിരമായിട്ടില്ല. അപ്പൊ അത് പൊളിക്കാൻ കാശിനായിട്ടല്ല. എനിക്കൊരു പരിചയമുള്ള വീട് നീ പൊളിച്ചോ, നീ വാടക താമസിച്ചോ, വീട് ഞാൻ ഞാൻ കെട്ടിത്തരാം, അത് ഞാൻ ചെയ്തു തരാന്നൊക്കെ ഒരു പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു. അത് എന്റെ സുഹൃത്തിനാണ് കൂടിയാ പറഞ്ഞത്. അത് വിശ്വസിച്ചാണ് പൊളിച്ച് ആ പൊളിച്ച വീട് 2 വാടക കിട്ടും. 2 വാടക കിടക്കുമ്പോൾ 1 മാസം 10,000 വെച്ചിട്ടാണ് വാടക കൊടുക്കണം. അപ്പൊ വാടക പോലും നമ്മുടെ വീട്ടിലെ ചെലവും ഇതെല്ലാം കൂടി ആകെ ആയിക്കുന്ന സമയത്താണ് ഈ വീട് വെച്ച് വന്നത്. അപ്പൊ ഒരുപാട് പേരെ ചേർക്കുന്നത് ഇപ്പോൾ ആ വീട് ഉണ്ടായത്. അല്ലാതെ ബിനീഷുമായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു മോശം പുള്ളിയോട് സംസാരിച്ചു. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് ബിനീഷ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ്. ബിനീഷിനെ ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല. അനസിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ഓക്കെ, അത് അനസിക്ക് അംഗീകരിക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയുവാണ്. ബിനീഷ് ഇതുവരെയും അങ്ങനൊരു എന്താ പറയാ, ഇങ്ങനെ പൈസ ഒരാൾ തരാനുണ്ട്, എനിക്ക് പറ്റിച്ച് നടക്കുകയാണ്, അങ്ങനൊന്നും എവിടെയും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ബിനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വന്നത് എപ്പോഴാണ്? ബിനീഷിന്റെ ബർത്ത്ഡേക്ക് അനസിക്കായിട്ട് ഒരു പോസ്റ്റ് ആണല്ലോ, എന്താ ബന്ധങ്ങളുടെ വില അറിയുന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ പോസ്റ്റുകൾ ഇടത്തില്ല, അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ബിനീഷ് ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ അയാളൊരു സാധാരണക്കാരനാണ്, അയാളും കഷ്ടപ്പാടിൽ നിന്ന് കയറി വന്ന ഒരാളാണ്.
എന്നാലും ഇപ്പൊ അയാൾ നിൽക്കുന്നത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ലെവലിലാണല്ലോ, കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒരാളുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ ബന്ധങ്ങളുടെ വില അറിയും സാറിന്. അതിന് കാരണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് എപ്പോഴും ബിനീഷിനെ നിങ്ങളുടെ വണ്ടിക്കകത്ത് കാണാൻ പറ്റാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ബിനീഷിന്റെ ബർത്ത്ഡേ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നു, നിങ്ങൾ ബന്ധങ്ങളുടെ വില അറിയും, എന്റെ പ്രിയ സഹോദരന് എന്താ ജന്മദിനാശംസകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം ബിനീഷിന് മുമ്പിലേക്ക് പോകും. എന്തുകൊണ്ട് അനസ് അങ്ങനെ ഇട്ടു? അത് ഒരുപാട് പേര്, ഒന്നോ രണ്ടോ പേരായിരിക്കില്ല ചിലപ്പോൾ ബിനീഷിനോട് ചോദിക്കുന്നത്. നിരന്തരമായിട്ട് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നിരന്തരമായിട്ട് ചിലപ്പോൾ ആ ചോദ്യം ബിനീഷിന് നേർക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ അതിന് എല്ലാവരോടും മറുപടി പറയാൻ മടിച്ചായിരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് തന്നെ ബിനീഷും അത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു മറുപടി തന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ കാര്യം, ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ല, അതിനകത്ത് ഞാനതിനകത്ത് എഴുതിയത് നമ്മുടെ സഹോദരനും ഒരുപാട് തിരിച്ചറിയുന്ന അല്ലെ? അങ്ങനെയല്ല, അതിനകത്ത് വേറൊരു സൈഡും കൂടി ഉണ്ട്. കാര്യം നിങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാണ് നിങ്ങൾ എന്തെങ്കിലും ബന്ധങ്ങളുടെ വില അറിയും എന്ന്, ഈ ബന്ധത്തിന്റെ വില അറിയും എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് ചോദ്യം ചെയ്യപ്പെടും. ബിനീഷ് നേരെ ചോദ്യം വരും. ബന്ധങ്ങളുടെ വില അറിയും എന്നായിരുന്നപ്പോ അത്രത്തോളം സ്നേഹം ഉണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ അതിനകത്ത് കാണിച്ചത്. നഷ്ടപ്പെടുമ്പോ അതിന്റെ വേദന എന്താണെന്ന് നമുക്ക് മുന്നിലായിരിക്കും മനസ്സിലാണത്. എന്നൊരു തരത്തിലാണ് ഞാനത്. അല്ല, എനിക്ക് വിയോജിപ്പും എനിക്ക് പ്രശ്നവും. ഞാൻ ഒരു കല്യാണത്തിന് ശേഷം ഞാൻ പുള്ളിനെ വിളിച്ച് വീട്ടിൽ വരണം, രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞ ആള് കൂടിയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് ബിനീഷ് എന്ന വ്യക്തി എന്ന സുഹൃത്തിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പ് സംഗതിയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടുപേരുടെയും ഈഗോ ഹേർട്ടായതിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്ന് ഞാൻ അതിനുശേഷം എന്റെ മൂത്ത മോള് +2 പഠിക്കണം. ഈ പോസ്റ്റ് വന്ന ശേഷം രണ്ടാമത്തെ അവള് 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. +2 പാസ്സായിട്ട് അവള് നഴ്സിംഗിന് പോകാൻ വേണ്ടി അപേക്ഷ കൊടുത്തു നിൽക്കുക. അവക്ക് പഠിക്കാൻ പോകണമെങ്കിൽ പോവാണ്. ഒരു രൂപ ഇല്ലാണ്ട് ഞാൻ എന്റെ പേഴ്സണലി നമുക്കൊരു സമ്പാദ്യം ഇല്ലാത്തതുകൊണ്ട് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് 6 ലക്ഷം രൂപ എനിക്ക് ഇപ്പോഴുണ്ട്. പലർക്കും കൊടുക്കാനുള്ളത്. അങ്ങനെയുള്ള റോളിങ്ങും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഒരാളെ ഞാൻ പോലെ ഇപ്പൊ ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആളാണ്. ഒരു ചാരിറ്റി ആയിട്ട് ഒരു അനർഹമായ ഒരു രൂപ ഉണ്ടാക്കിയാൽ എനിക്ക് ഗതിയൊന്നും ഉണ്ടാവില്ല. ഞാൻ ചെയ്തിട്ടില്ല. രണ്ടാമത് നമുക്ക് ചാരിറ്റി ചെയ്യണതാ അതൊരു മനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ലൈഫിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ചാരിറ്റി ചെയ്യാൻ ഇറങ്ങുന്നു, ഒരുപാട് പേരുടെ സഹായങ്ങൾ അതിന് വരുന്നു. ഇതൊക്കെ ശരിയാണ്, അതൊക്കെ ഒരു സൈഡ് മാത്രമാണ്. പക്ഷെ ഈ വിഷയം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ബർത്ത്ഡേ വിഷിൽ നിന്ന് തുടങ്ങിയതാണ്. എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെയാണ്. നിങ്ങൾ ചെയ്യേണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? നമ്മൾ എന്തായാലും ഒരു 5000 കൊടുക്കാനുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അത് കൊടുത്തതിന് ശേഷം ബിനീഷെ ആ പോസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തേക്ക്, നമുക്ക് വെറുതെ അങ്ങോട്ടോട്ട് ഒരു സംസാരം വേണ്ടല്ലോ, തർക്കം വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കായിരുന്നു. അനസയ്ക്ക് 2500 കോൾ വന്നെങ്കിൽ ബിനീഷിന് എത്ര കോൾ വന്നിട്ടുണ്ടാവും നമ്മൾ ചിന്തിക്കണ്ടേ? നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ ആ ഫസ്റ്റ് പോസ്റ്റ് ബർത്ത്ഡേ വിഷിന്റെ ആ പോസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്കിപ്പം അതിനുശേഷം ബിനീഷ് ആ പോസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് 2500 കോൾ വന്നെങ്കിൽ ആ ആദ്യത്തെ പോസ്റ്റിൽ ബിനീഷിന് എത്ര കോൾ വന്നിട്ടുണ്ടാവാം? ബിനീഷിന്റെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരും. കാരണം എന്താണ് കാരണം? എന്തുകൊണ്ട് അനസ് ഇങ്ങനെ? കാരണം അതിന് കാരണം നിങ്ങൾ പരസ്പരം അത്രയും സൗഹൃദത്തിലുള്ള ആൾക്കാരായിരുന്നു. ഞാൻ ബിനീഷിനെ കുറ്റപ്പെടുത്താനാ അല്ലെങ്കിൽ ഞാൻ ബിനീഷിനെ എനിക്ക് മാനഹാനി വലുതായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ അനസിക്കയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ബിനീഷിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ട്. നമ്മളത് എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ അനസിക്ക കാശ് മേടിച്ചു, അത് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല, വീണ്ടും അവധി ചോദിച്ചു, ആ അവധിക്ക് 20000 കൊടുത്തു, പിന്നെ ഒരു 5000 കൊടുക്കാനുണ്ട്. അപ്പൊ അത് ആ 5000 കൊടുത്തത് ഒന്നുകിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ബിനീഷിനോട് സംസാരിച്ച് ബിനീഷ് 5000 വേണ്ട പറയട്ടെ മുഴുവൻ പറയട്ടെ. ഇത് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ ആ ബർത്ത്ഡേ പോസ്റ്റ് വന്നപ്പം ബർത്ത്ഡേ പോസ്റ്റ് ബിനീഷ് ഇട്ടതല്ലോ, അനസിക്ക തന്നെ ഇട്ടതാണ്. അപ്പൊ ബർത്ത്ഡേ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് ബിനീഷിന് ഹേർട്ടായി, ബിനീഷിന്റെ ഈഗോ ഹേർട്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബിനീഷിന് നേരെ വന്ന ചോദ്യങ്ങളായിരിക്കും ബിനീഷിനെ ഹേർട്ട് ചെയ്തത്. അതിന്റെ പേരിൽ ബിനീഷ് അതിന്റെ കാരണം ഇട്ടു. കാരണം എല്ലാവരും വിളിക്കുന്നവരോട് എല്ലാവരോടും പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊരു കാരണം ഇട്ടു. അതിനകത്ത് 90% പൈസ തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആ പ്രശ്നം അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷെ വീണ്ടും അനസിക്കയുടെ വീഡിയോ ആ വിഷയം എസ്കലേറ്റ് ചെയ്തു. ഞാനിപ്പോ ചോദിക്കാൻ വന്ന കാര്യം പറഞ്ഞല്ല, ബിനീഷ് ആ കാശ് കൊടുത്തായിരുന്നു? ഈ 5000 രൂപ മുഴുവൻ കൊടുത്തു. അപ്പൊ ഈ വിഷയം ഞാൻ എന്റെ കൈ കാശ് കൊടുത്തത്. എനിക്ക് എന്തൊരു സുഹൃത്തെ ഇങ്ങനെ ബിനീഷിന്റെ പോസ്റ്റ് കണ്ടപ്പോ എന്തൊക്കെ ഇങ്ങനെ വല്ല സപ്പോർട്ട് ഞാൻ പറഞ്ഞ 5000 രൂപ കൊടുക്കാണ്ട് ഞാനിപ്പോ
അയച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. പുള്ളി വന്നിട്ട് ഞാൻ ആ പൈസ ഞാനിപ്പോ വിളിച്ചതും അത് പറയാൻ വേണ്ടി തന്നെയാണ്. 5000 രൂപ കൊടുത്തോ കൊടുത്തില്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറയാൻ വേണ്ടി വിളിച്ചത്. എന്നിട്ട് ബിനീഷിനോട് ഞാൻ സംസാരിച്ച് ആ കാശ് ഇട്ട് കൊടുക്കാമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. പൈസ കൊടുത്തു. ഓക്കെ, ഇപ്പൊ ആലോചിക്കുക, ഈ ഒരു വിഷയം മനസ്സിക്ക് പോസ്റ്റ് ഇട്ടു, ബിനീഷ് അതിന് മറു പോസ്റ്റ് ഇട്ടു, നിങ്ങൾ തമ്മിൽ നിസാര കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു സംഗതി എഴുതി അവനെ ഒരു മോശം ഞാൻ ഇന്ന് വരാൻ പറഞ്ഞ ജീവിതത്തിൽ. പക്ഷെ അത് എഴുതിയതിനകത്ത് ആൾക്കാർ വായിക്കുന്നത് അങ്ങനെ ആയിരിക്കും. ലെറ്റർ ഞാൻ ചിലപ്പോൾ ആൾക്കാർ വ്യാഖ്യാനിക്കുന്ന അങ്ങനെ ഇരിക്കും. ഞാൻ മനസ്സിലാക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇന്ന് പറയാം ഞാനൊരു 10 ടിവിയില ഒരു ചാനൽ കാണിക്കാൻ ഞാനൊരു വാർത്ത കൊടുത്തിട്ടില്ല. ഞാൻ ഒരാളുടെ മുമ്പിൽ ബിനീഷിനെ മോശമാക്കിയിട്ടില്ല. എന്റെ ഭാഗത്ത് ഉണ്ടായില്ല. പിന്നെ ഞാനും മനസ്സിലാണ് ബിനീഷും. ഇതിപ്പോ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും ഈഗോ ഹേർട്ട്. അനീഷ് ഭായി ഞാനൊരു കാര്യം അനീഷ് ഭായി ഇപ്പോഴും ഞാൻ പറയാം. ഞാനൊരു അനീഷ് ഭായി നോക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന 2 കൊല്ലത്തിന് മുമ്പ് അറിയാം അല്ലേ? ഞാനിപ്പം നിലവിൽ ജീവിക്കണത് എന്നെ കാണുമ്പോൾ കുഴപ്പമില്ല. ഞാൻ പറയണേ എന്റെ ഓട്ടോറിക്ഷ ഉപജീവന ഓട്ടോറിക്ഷ കംപ്ലൈന്റ് ആയിട്ട് 4 ദിവസം തൊട്ട് എറണാകുളത്ത് കിടക്കേ. വീട്ടിലാണ് എന്റെ ഒരു കുടുംബം. എനിക്ക് സാമ്പത്തികമായിട്ടും ഞാൻ വീട് പണി ചെയ്തപ്പോ കടം വന്നു പോയി. എനിക്ക് വരുമാനം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അത് കൂടാണ്ട് ഈ 31-ാം തീയതി കൊച്ചിന്റെ അലോട്ട്മെന്റ് വരും. അതിന്റെ ഏറ്റവും വലിയ സൂത്രം എന്നതാ NIC കിട്ടുന്നതാ. അതിന് എന്തുമാത്രം പൈസ വേണമെന്ന് അനീഷിനൊക്കെ അറിയാം. അപ്പൊ അത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിലാണ് ഞാൻ ഇതെല്ലാം നമ്മുടെ കാര്യങ്ങൾ, ഞാനത് അംഗീകരിക്കുന്നു. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ മറ്റൊരാളിത് മനസ്സിലാക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ കാശ് കൈനീട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ സമയത്തിന് കൊടുക്കണം എന്നുള്ളത് അത് നമ്മൾ കൊടുക്കൽ വാങ്ങലിനകത്തുള്ളതാണ്. നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല. നമ്മുടെ സാഹചര്യ വശാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവധി മേടിച്ചു. അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ടും അത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ പകുതി എമൗണ്ട് കുറച്ച് ഒരു 90% കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു വാചകം എഴുതിയിടുന്നത്. ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന് ഓർക്കണം. പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആ ഒരു വാചകം, നിങ്ങൾ ബന്ധത്തിന്റെ വില അറിയാം. അതും അത്രയും സൗഹൃദം, അത്രയും സാഹോദര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ, അങ്ങനെ ഒരു പോസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും മറ്റേ ആൾക്ക് നേരെ. അപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുക ആദ്യം. നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആലോചിക്കുക. സൗഹൃദം നഷ്ടപ്പെടാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്, ഇല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം, അത് ഇടുന്നത് നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നതല്ല, പബ്ലിക്കായിട്ട് പറയുന്നതാണ്. പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അനസിക്ക പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അനസിക്ക ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ സാധനം കാണുകയാണ്. അത് ബിനീഷിന്റെ ഫോട്ടോ ഇട്ടിട്ട് ആ പോസ്റ്റ് ഇടുമ്പോഴേക്കും ആൾക്കാരെന്ന് വിചാരിക്കും ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, തെറ്റി വലിയ പ്രശ്നമായിരിക്കും. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ബിനീഷിനെ നേർക്ക് ചോദ്യങ്ങൾ പോകുന്നത്. എന്താ നിങ്ങൾ അപ്പൊ നിരന്തരം അനസിക്കയ്ക്ക് 2500 പേര് വിളിച്ചെങ്കിൽ ബിനീഷിന്റെ ഫോണിലേക്ക് അതിനപ്പുറം ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും. കാരണം ബിനീഷ് നിൽക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട്, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്. ഒരുപാട് വലിയ ലെവൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ തീർച്ചയായിട്ടും അപ്പോൾ ബിനീഷ് അങ്ങനെ കോളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും മറുപടി പറഞ്ഞ് മടുത്തിട്ടായിരിക്കാം ഒരു പക്ഷേ ബിനീഷ് എന്ത് ചെയ്തത്, ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഒരിക്കലും അത് മാറ്റി പറയാൻ പറ്റില്ല. 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ 2 പേരും അംഗീകരിക്കുക എന്നുള്ളതാണ്. ബിനീഷ് ഇപ്പൊ അനസിക്ക പോസ്റ്റ് ഇട്ടപ്പോൾ ബിനീഷ് നിങ്ങൾ സൗഹൃദപരമായിട്ട് ആയിരുന്നെങ്കിൽ ബിനീഷിനെ വിളിച്ച് ചോദിക്കാമായിരുന്നു, എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് ചോദിക്കാമായിരുന്നു. ബിനീഷ് അത് ചെയ്തില്ല. ബിനീഷ് മറുപടിയായിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ടു. അനസിക്ക ആ പോസ്റ്റ് ഇട്ടതിന് മുമ്പ് ഒന്ന് ആലോചിക്കായിരുന്നു, അവനെ ഹേർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനത് ഹേർട്ട് ചെയ്യില്ലേ, അപ്പോൾ ഞാനത് ചെയ്യുന്നത് ശരിയല്ല, അവന് ബർത്ത്ഡേ വിഷ് ചെയ്യാം, ഒരു ഹാപ്പി ബർത്ത്ഡേ ഇടാം എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അനസിക്കയും അവിടെ അത് ചെയ്തില്ല. അപ്പോൾ 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ബിനീഷിന്റെ പോസ്റ്റ് വന്നപ്പോൾ അനസിക്കയ്ക്ക് അത് ഹേർട്ടായി, ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അനസിക്ക എന്ത് ചെയ്തു, വീഡിയോ ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഈഗോ ഹേർട്ട് ആകുമ്പോൾ നമ്മൾ എടുത്തുചാടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുക. ചെറിയ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ്. ഇത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു. അത് എന്തുകൊണ്ട് അപ്പുറത്ത് ബിനീഷ് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് എന്തുകൊണ്ട് അപ്പുറത്ത് ബിനീഷ് ആയതുകൊണ്ട് ഒരു സാധാരണ വ്യക്തികൾ 2 പേര് തമ്മിലാണെങ്കിൽ ഇത് ചർച്ചയാവില്ല. ഞാൻ എന്റെ ഭാഗത്ത് ഇല്ല എന്നല്ലാതെ നിങ്ങൾ പറയണത് ശരിയല്ലെന്ന് ഞാൻ പറയണത്. ഞാൻ ബിനീഷും തമ്മിൽ വീടുമായിട്ട് വ്യത്യാസം ഒരു 10 കിലോമീറ്റർ അപ്പുറം. ബിനീഷിന് ഈ പോസ്റ്റ് കണ്ടപ്പോ അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞ 25,000 രൂപ കൊടുത്തതിന് ശേഷം 5,000 രൂപ തന്നിട്ടില്ല. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം വിളിച്ചു ചോദിക്കാൻ അത് അയാളുടെ മര്യാദ എന്ന് ഞാൻ പറയുള്ളൂ. അയാൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കും എന്നുള്ള നിങ്ങളോട് വിശ്വാസമുണ്ട്. അല്ല ഇത് കേക്ക് അവിടെയാണ് നിങ്ങൾ വ്യക്തികളെ മനസ്സിലാക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 25,000 കൊടുത്തു, 5,000 കൊടുത്തില്ലെങ്കിൽ അയാൾ അത് ചോദിക്കാതിരുന്നെങ്കിൽ അത് അയാളുടെ മര്യാദയാണ്. കാരണം നിങ്ങൾ കൊടുക്കും. ഈ വിഷയത്തെ ചൊല്ലി ഇനി ഒരു പോസ്റ്റ് ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പൈസ കൊടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് കാരണങ്ങൾ തന്നെയായിരുന്നാലും
മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണം. അതാണ് അന്തസ്സ്. ഇനിയിപ്പം അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും ഇനി നമ്മുടെ ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിലും അവർ നമ്മൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നതിന് ഒരുപടി മുന്നായിട്ട് നമ്മൾ ആ ഒരു കാശ് കൊടുക്കണം. നമ്മൾ പിന്നെ ബിനീഷ് പറയുന്നതിൽ ഒരു തെറ്റും തോന്നുന്നില്ല. കാരണം അയാളുടെ പൈസ, അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കടത്തിനായിട്ട് കൊടുക്കുന്നു. ആ ഒരു കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതാവുമ്പോഴത്തേക്ക് അവർക്ക് വിഷമം തോന്നുന്നുണ്ട്. പിന്നെ അവസാനം അത് സംസാരത്തിന്റെ രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ എന്നിട്ടും അത് സംസാരിക്കാണ്ട് പോട്ടെ, ഒരു പോസ്റ്റ് വഴി അത് വേറൊരു കാര്യമായിട്ട് സംസാരിച്ചു, ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് ഈ കടത്തിന്റെ ഒരു കാര്യം ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടിടുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ 1 രൂപയ്ക്ക് പോലും ഒരു മനുഷ്യന്റെ അടുത്തും കടമില്ലാണ്ടിരിക്കാൻ സൂക്ഷിക്കുക. കാരണം കടം വന്നു പോയാൽ നമ്മൾ എപ്പോഴും ആ ഒരു പഴി കേട്ടോണ്ടിരിക്കണം. അയ്യോ നമ്മുടെ പൈസ കിട്ടിയില്ലല്ലോ, അയ്യോ ഇല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് കിട്ടിയില്ലല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ കടം മേടിച്ചതിന് തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ കടന്നു വരും. പക്ഷെ അതിനു മുന്നേ ഈ കടം മേടിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരല്ല കേട്ടോ, കടം മേടിച്ചിട്ട് കൊടുക്കാത്ത ഒരുപാട് ആൾക്കാർ ഒളിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്. അവരെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൊടുത്തു തീർക്കുക. കാരണം പിന്നീട് ഇവരുടെ മനസ്സും വേദനിക്കും, അവരുടെ മനസ്സും വേദനിക്കുക. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരുടെ മനസ്സും ഒരുപോലെ വേദനിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. അതിന്റെ പുറകെ അല്ലേ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റും കൂടി വീണ്ടും വന്നത്. പിന്നെ അത് എന്ന് വെച്ചാൽ ബിനീഷ് ബാസ്റ്റിൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്, എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ വരും. അപ്പൊ പൊതുവെ ഇവർക്ക് അറിയുന്ന ഫ്രണ്ട്സുകൾ കാണുമല്ലോ, അപ്പൊ അവരിങ്ങനെ തമ്മിൽ ചോദിക്കും, എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടത്, എന്താണ് അതിനർത്ഥം, നീ എന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടോ, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ പിന്നെ ആ ഒരു ചോദ്യത്തിന് ഇടപെറ്റിയതാരാണ്? അനസ് എന്ന് പറയുന്ന വ്യക്തിയില്ല. അപ്പൊ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. കാരണം നമ്മൾക്ക് കടം മേടിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ കടം മേടിക്കാണ്ട് നമ്മൾ എങ്ങനെയാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള കാര്യം ചിന്തിക്കുക. അതേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരാം. അത് ടാറ്റ.